ഹലോ എവ്രി വൺ, വെൽക്കം ടു സെൻട്രൽ ഗവൺമെൻറ് ജോബ് അപ്ഡേറ്റ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ജോബ് റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയിട്ട് സംസാരിക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. NPCIL എന്ന് പറയുന്ന നമ്മുടെ അറ്റോമിക് എനർജി യൂണിറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷനിലേക്കാണ് നിങ്ങളുടെ ഈ ഒരു ജോബ് റിക്രൂട്ട്മെൻറ്റ് വരുന്നത്. എക്സിക്യൂട്ടീവ് ട്രെയിനി റിക്രൂട്ട്മെൻറ്റ് ആണ് ക്ഷണിച്ചിട്ടുള്ളത്. ട്രെയിനി എന്ന് പറയുമ്പോൾ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞിട്ട് കയറുന്നത് കൊണ്ടാണ് നിങ്ങളെ ട്രെയിനീസ് എന്ന് വിളിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പെർമനൻറ്റ് വേക്കൻസീസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗേറ്റ് സ്കോർ എഴുതി, എഞ്ചിനീയറിംഗിന്റെ ഗേറ്റ് സ്കോർ എഴുതി നിങ്ങൾ കിട്ടിയവരാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂ. കാരണം എക്സാം ഒന്നുമില്ല, റിട്ടൺ എക്സാമിനേഷൻ ഒന്നുമല്ല. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗേറ്റ് സ്കോർ ആണെന്ന കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് ഗേറ്റ് സ്കോർ ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത്യാവശ്യം നല്ല സാലറി പാക്കേജോടെ വന്ന ഒരു ജോലിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഹാരാഷ്ട്ര ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് ഈ പറയുന്ന ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. പക്ഷേ എന്ത് ചെയ്യും, നമ്മുടെ ഇപ്പോൾ എല്ലാ ഇന്ത്യയിൽ തന്നെ എല്ലാ അറ്റോമിക് പവർ പ്ലാന്റ്സിലേക്ക് നിങ്ങൾക്ക് എന്ത് വരും, സെലക്ഷൻസ് വരാം, നിങ്ങളുടെ ജോബ് പോസ്റ്റിംഗ് വരാം. അപ്പോൾ എവിടെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഈ പറയുന്ന തമിഴ്നാടുള്ള കൂടംകുളോ അല്ലെങ്കിൽ കൽപ്പാക്കോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലുള്ള ഒരു ചോയ്സസ് ആണ്. അപ്പോൾ എവിടെ വേണോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ജോബ് കിട്ടുമോ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളുക. എക്സിക്യൂട്ടീവ് ട്രെയിനി പോസ്റ്റാണ്. 400 വേക്കൻസി വിളിച്ചിട്ടുണ്ട് കേട്ടോ. 400 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. 400 വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഡേറ്റ് ഒന്ന് നോക്കുക, 10 ഏപ്രിലിനും അതുപോലെ തന്നെ 30 ഏപ്രിലിനുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗേറ്റ് സ്കോറൊക്കെ ഉള്ളവരാണെങ്കിൽ മനസ്സിലാക്കിക്കോളാം. 10 ഏപ്രിലിന് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലൈവ് ആവും. 30 ഏപ്രിൽ വരെയാണ് നിങ്ങൾക്ക് സമയമുള്ളത്. ഇനി അടുത്ത എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BTech കഴിഞ്ഞവരായിരിക്കണം. അത് മസ്റ്റാണ്. കാരണം എഞ്ചിനീയറിംഗ് ഉള്ളവർക്കാണ് ഗേറ്റ് സ്കോർ എന്ത് ചെയ്യുന്നവർ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ BTech അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 26 ഇയേഴ്സ് ആണ് കേട്ടോ. 26 ഇയേഴ്സ് ആണ് നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ ആ ഒരു ഏജ് ലിമിറ്റ് പറയുന്നത്. അതുപോലെ ആപ്ലിക്കേഷൻ ഫീസ് URനും OBCക്കും 500 രൂപയാണ് പറയുന്നത് കേട്ടോ. സാലറി ഇവിടെ കാണുമ്പോൾ അറിയാം, 56,000 രൂപയാണ് സ്റ്റാർട്ടിങ് സാലറി ആയിട്ട് പറയുന്നത്. 56,000 പ്ലസ് ആയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, സാലറി പറയുന്നത്. സെലക്ഷൻ പ്രോസസ്സ് ഒന്നും കൂടെ ശ്രദ്ധിച്ചോളുക. നമ്മുടെ റിട്ടൺ എക്സാമിനേഷൻ ഇല്ല. അതുകൊണ്ട് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഗേറ്റിൻ്റെ സ്കോർ കാർഡ് വഴിയാണ്. ഗേറ്റിൻ്റെ സ്കോർ കാർഡ് വഴിയും അതുപോലെ തന്നെ ഇൻ്റർവ്യൂ പ്രൊസീജിയർ, രണ്ടാമത്തെ സ്റ്റേജ് ഇൻ്റർവ്യൂ ആണ്. അത് കഴിഞ്ഞ ഒരു മെഡിക്കൽ ടെസ്റ്റ്, അതൊന്നും വലിയ കാര്യമല്ല. പക്ഷെ നമുക്ക് ഈ ഗേറ്റിൻ്റെ സ്കോർ കാർഡാണ് ഏറ്റവും പ്രധാനം. അതും 2023, 24, 25 ഗേറ്റ് സ്കോറാണ് അവർ നോക്കുന്നത് കേട്ടോ. ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, www.npcilcareers.co.in എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ലിങ്കും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലഭിക്കും കേട്ടോ. അപ്പോൾ അതിൽ കയറി അപ്ലൈ ഓൺലൈൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചറിയാം, കാറ്റഗറി വൈസ് വാക്കൻസി, അത്യാവശ്യം നല്ല വാക്കൻസി വന്നതുകൊണ്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റും. ഇവിടെ ശ്രദ്ധിച്ചറിയാം, എക്സിക്യൂട്ടീവ് ട്രെയിനി ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് സ്ട്രീമുകളിലേക്കും ക്ഷണിച്ചിട്ടുണ്ട്. അതൊന്നെന്ന് പറയുന്നത് മെക്കാനിക്കലിനാണ്. മെക്കാനിക്കലിന് 150 വേക്കൻസി വന്നിട്ടുണ്ട് കേട്ടോ. മെക്കാനിക്കലിന് 150 വേക്കൻസി ഉണ്ട്. കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണ് അല്ലെങ്കിൽ അതിൻ്റെ ഇത് കഴിഞ്ഞവരാണെങ്കിൽ 60 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് ട്രെയിനി ഇലക്ട്രിക്കലിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിന് എത്രയുണ്ട്, 80 വേക്കൻസി ഉണ്ട്. അതുപോലെ ഇലക്ട്രോണിക്സിനും എത്രയുണ്ട്, 45 വേക്കൻസി ഉണ്ട്. ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിന്, ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗിനും എന്തുണ്ട്, 20 വേക്കൻസി ഉണ്ട്. പിന്നെ എക്സിക്യൂട്ടീവ് ട്രെയിനി സിവിൽ എന്ന് പറയുന്നത്, സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് എത്രയുണ്ട്, 45 വേക്കൻസി. അത്യാവശ്യം എല്ലാ സ്ട്രീമുകൾക്കും വേക്കൻസീസ് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാറ്റഗറി വൈസ് വാക്കൻസി മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ EWSനൊക്കെ ഇൻസ്ട്രുമെൻറ്റേഷൻ 2 വേക്കൻസി ഉള്ളൂ. അപ്പോൾ അതൊക്കെ എന്താണ്, വളരെ കുറവാണ്. അല്ലാതെ നമ്മുടെ നോർമൽ ജനറൽ കാൻഡിഡേറ്റ്സ് SC ST OBCക്ക് അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള വാക്കൻസീസ് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ അജണ്ട എന്ന് പറയുന്നത് ഗേറ്റ് സ്കോർ ആണ്. അതുകൊണ്ടാണ് അവരടുത്ത് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കാൻഡിഡേറ്റ് ഷുഡ് കംപ്ലീറ്റ് എ ബാച്ചിലേഴ്സ് ഓഫ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BRC ഇൻ റിലവൻറ്റ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസ്. ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിൻസിൽ ഏതിലെങ്കിലും, അതായത് ഈ പറയുന്ന സ്ട്രീമുകൾ മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇതിലേതിലെങ്കിലും ആണ് നിങ്ങളുടെ എന്താണ് ബാച്ചിലേഴ്സ് കഴിഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 60% പ്ലസ് മാർക്കോടെയാണ് വിജയിച്ചെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയാം. 26 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പർ ഏജ് ലിമിറ്റ് 26 ആണ്. ഇവിടെ കണ്ടാൽ അറിയാം, 30 ഏപ്രിൽ 2025, 30 ഏപ്രിൽ 2025 നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത് 26 ആയിരിക്കണം. OBC NCLന്
29 വയസ്സ് 3 വർഷത്തിൻ്റെ റിലാക്സേഷൻ. SC/STക്ക് 31, 5 വർഷത്തിൻ്റെ റിലാക്സേഷനാണ് വന്നിരിക്കുന്നത്. പിന്നെ വരുന്ന PWD കാൻഡിഡേറ്റ്സിന് എത്രയാണ്? 36, 39, 41 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യുക. അതായത് 36 UR കാൻഡിഡേറ്റ്സിനാണ്, 39 OBC കാൻഡിഡേറ്റ്സിനാണ്, 41 എന്ന് പറയുന്നത് SC/ST കാൻഡിഡേറ്റ്സിനാണ് കേട്ടോ. അങ്ങനെയും ഉണ്ട്. അവർക്കും എന്തുണ്ട്? PWD കാൻഡിഡേറ്റ്സിന് വീണ്ടും എന്തുണ്ട്? ഒരു തിരിവ് വരുന്നുണ്ട് കേട്ടോ. എക്സ് സർവീസ് മാനും അതുപോലെ ഡിഫൻസിൻ്റെ റിലേറ്റ് എന്തെങ്കിലും മരണം വിക്ടിംസിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിക്കോളാം. വിക്ടിംസിൻ്റെ ബന്ധുക്കൾക്ക്, റിലേറ്റീവ്സിന്, അതാണ് ഡിഫൻസ് ഓഫ് ആ ഒരു പേഴ്സണലിൻ്റെ കാര്യം പറയുന്നത്. 31 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു ജനറൽ OBC EWS കാൻഡിഡേറ്റിന് 500 രൂപയാണ് ഫീസ് കൊടുക്കേണ്ടത്. SC/ST PWD ഫീമെയിലിന് എക്സംപ്റ്റഡ് ആണ്, അവർക്ക് പൈസയൊന്നും കൊടുക്കണ്ട. അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ഒന്നും കൂടെ നോക്കിക്കോളാം. ദ കാൻഡിഡേറ്റ് ഹു വിൽ ബി അപ്ലൈയിങ് വിൽ ബി ഷോർട്ട് ലിസ്റ്റഡ് ഓൺ ബിഹാഫ് ഓഫ് ദ ഗേറ്റ് സ്കോർ അനുസരിച്ചിട്ടാണ്. 2023, 24, 25 ഗേറ്റ് സ്കോർ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? ഈ പറയുന്ന സെലക്ഷൻ പ്രൊസീജിയർ, അതായത് നിങ്ങളെ ഇൻ്റർവ്യൂവിലേക്ക് സെലക്ട് ചെയ്യുന്നതെന്ന കാര്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആൻഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. ഷോർട്ട് ലിസ്റ്റ് കാൻഡിഡേറ്റ്സ് വിൽ ബി എലിജിബിൾ ടു അപ്പിയർ ഫോർ ദ ഇൻ്റർവ്യൂ. ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിനായിരിക്കും വിളിക്കുന്നത്. ആ ഷോർട്ട് ലിസ്റ്റിൽ തന്നെ ഏറ്റവും നല്ല മാർക്കുള്ളവരായിരിക്കും ആദ്യമൊക്കെ എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ഒറിജിനൽ ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിൽ കരുതേണ്ട ആവശ്യമുണ്ട്. ഫൈനൽ സെലക്ഷൻ എന്താണ്? നിങ്ങളുടെ വിൽ ബി ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് ഇൻ ദ ഇൻ്റർവ്യൂവും അതുപോലെ മെഡിക്കൽ ഫിറ്റ്നസും ഗേറ്റ് സ്കോറും എല്ലാം വെച്ചിട്ടായിരിക്കും നോ വെയിറ്റ് ഇൻ ദ ഫൈനൽ സ്കോർ. ഗേറ്റ് സ്കോറിന് വലിയ കാര്യമൊന്നും ഇല്ലയെന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഗേറ്റ് സ്കോറിനൊന്നും വലിയ കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഷോർട്ട് ലിസ്റ്റിങ്ങും ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫൈനൽ സെലക്ഷനിലേക്ക് എടുക്കും എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ ആ ഒരു സ്കില്ലും നിങ്ങളുടെ ആ ഒരു പഠിച്ച രീതിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി, അവർ നിങ്ങളുടെ മൊത്തത്തിലൊന്ന് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് മനസ്സിലാക്കിയാണ് അവർ എന്ത് ചെയ്യുന്നത്? എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ബേസിക്കായിട്ട് നിങ്ങളുടെ ഗേറ്റ് സ്കോറാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഷോർട്ട് ലിസ്റ്റിംഗ് ക്രൈറ്റീരിയ എന്ന് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അത്രയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ഇത് ഗേറ്റ് സ്കോർ കഴിഞ്ഞവർക്കുള്ള ഏറ്റവും വലിയ ഒരു ഗേറ്റ് ഒക്കെ എഴുതി ജയിച്ച് നിൽക്കുന്നവർക്കുള്ള ഒരു പ്രധാനപ്പെട്ട ചാൻസ് ആണ്. NPCIL എക്സിക്യൂട്ടീവ് ട്രെയിനി സാലറി എന്ന് പറയുന്നത് സ്റ്റൈഫൻഡ്. ആദ്യത്തെ 18 മാസം നിങ്ങൾക്ക് എന്താണ്? ട്രെയിനിങ് ആണ്. ആ സ്റ്റൈഫൻഡ്, ആ ഒരു ട്രെയിനിങ് പീരീഡ് ഉള്ള നിങ്ങളുടെ മന്ത്ലി സ്റ്റൈഫൻഡ് ഒന്ന് ശ്രദ്ധിച്ച് 74,000 രൂപയാണ് സ്റ്റൈഫൻഡ് ആയിട്ട് കൊടുക്കുന്നത്. അത്രത്തോളം വർക്ക് ഉണ്ടായിരിക്കും, എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കുക, സ്റ്റൈഫൻഡ് അത്രയും കൊടുത്താണ് അവർ എന്ത് ചെയ്യുന്നത്? നിർത്തിക്കുന്നത്. അത് കഴിഞ്ഞ് പേ ഓൺ അപ്പോയിൻമെന്റ് ആസ് SO. പിന്നെ ഡയറക്റ്റ് നിങ്ങൾ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് സെലക്ട് ആവുന്നത്. അപ്പോൾ നിങ്ങളുടെ സാലറിയാണ് 56,000 എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കേട്ടോ, 56,100 രൂപ എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് മാറുന്നത്. അപ്പോൾ അത്രയും നല്ലൊരു സാലറി പാക്കേജിങ് ആണ് അതിൽ തന്നിരിക്കുന്നത്. അതിൻ്റെതായ കുറേ ഇതുണ്ട്, എന്താണ്, കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള വർക്കൊക്കെ തന്നെയാണ്. എങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ് അത്യാവശ്യം നല്ല സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഇതാണ് നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുന്നത്. അപ്പോൾ ഗേറ്റ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും അതൊക്കെ ചെക്ക് ചെയ്ത് എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ടെലഗ്രാം ചാനലിൽ എന്ത് ചെയ്യുക? കയറി നോക്കാവുന്നതാണ്. അഡ്മിറ്റ് കാർഡും എല്ലാ കാര്യങ്ങളും വരുന്നതും നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.